നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. പറക്കാട്ട് ജുവൽസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മളുടെ പത്മ ജംഗ്ഷനിലുള്ള എറണാകുളം MG റോഡ് പത്മ ജംഗ്ഷനിലുള്ള പത്മ തിയേറ്ററിന് സമീപമുള്ള പറക്കാട്ട് ജുവൽസിൻ്റെ ഷോറൂമിലാണ്. ഇത് പറക്കാട്ടിൻ്റെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ തന്നെയുള്ള തുടക്കം മുതലുള്ള ഷോറൂമാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മളുടെ ഒരു ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്രോമിനൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പ് തന്നെയാണ്. ഇവിടെ നമ്മളുടെ പറക്കാട്ടിൻ്റെ കളക്ഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മളുടെ ഈ ഷോറൂമിലുണ്ട്. അല്പം വിശാലമായ ഷോറൂം തന്നെയാണ്. ഇതുവരെ പറക്കാട്ടിൻ്റെ MG റോഡിലെ പത്മ ജംഗ്ഷനിലുള്ള ഷോപ്പ് കാണാത്തവർ തീർച്ചയായിട്ടും ഒരു ദിവസം ഇവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിസ്സിങ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളുടെ ഓർണമെൻറ്റ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പതിവ് പോലെ ആദ്യം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട നെക്ലേസ് കളക്ഷൻസിലേക്ക് തന്നെ പോവാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ കുറച്ച് നമ്മളുടെ കേരള ട്രഡീഷണലും അതുപോലെ തന്നെ ചെട്ടിനാട് കളക്ഷനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിക്കാം. പറക്കാട്ടിൻ്റെ പത്മയുടെ ഷോറൂമിൽ മാത്രമല്ല, പറക്കാട്ടിൻ്റെ എല്ലാ ഷോറൂമിലും ഇവിടെ കാണുന്ന കളക്ഷൻസ് ഒക്കെ തന്നെ ലഭ്യമാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ കാണും. ഇനി ഏത് ഷോപ്പിൽ വേണമെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കളക്ഷൻ ഏത് ഷോപ്പിലുള്ള കളക്ഷൻ ആണെങ്കിലും അത് പറക്കാട്ടിൻ്റെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്, ഇത് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ട്രഡീഷണൽ നെക്ലേസ് കളക്ഷൻസിലേക്ക് പോകാം. ഇത് കണ്ടോ, നമ്മളുടെ ചെട്ടിനാട് കളക്ഷൻ ഉണ്ട്. ഈ കൂടെ തന്നെ ലെയർ മാലകളൊക്കെ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ കാറ്റഗറിക്കും ഉള്ള ഓർണമെൻറ്റ്സ് നമ്മളുടെ കയ്യിൽ ലഭ്യമാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വേണോ അതും അവൈലബിൾ ആണ്. അപ്പം ചെട്ടിനാട് കളക്ഷൻ ഉണ്ട്, ലെയർ മാലകളുണ്ട്. ഇതൊക്കെ മുസ്ലിം കാറ്റഗറിക്കൊക്കെ പറ്റിയ ഓർണമെൻറ്റ്സ് ആണ്. ഇനി നമ്മുടെ ട്രഡീഷണൽ ഹിന്ദു കോൺസെപ്റ്റിലുള്ള പിച്ചുമൊട്ട്, മുല്ലമൊട്ട് പോലെയുള്ള ഡിസൈൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പുതിയ വേർഷനാണ് കേട്ടോ ഇതെല്ലാം. ഇതൊക്കെ ഗേരു കളക്ഷൻ മീൻസ് നമ്മളുടെ കോപ്പർ ഫിനിഷൊക്കെ കൊടുത്തിട്ട് വരുന്ന യെല്ലോ ഗോൾഡ് ടോണൊക്കെ മാറിയിട്ട് ഉള്ള ഒരു ട്രെൻഡി സാധനങ്ങളും ഉണ്ട്. പഴയ ഗുഡു നെക്ലേസ് തൊട്ട് ഇതൊക്കെ നമ്മുടെ വൈറ്റ് റോഡിയോ എല്ലാം ചെയ്തിട്ട് മുസ്ലിംസ് അതുപോലെയുള്ള കാറ്റഗറിക്ക് പറ്റിയതുണ്ട്. നമ്മുടെ എല്ലാ കളക്ഷൻസും ഉണ്ട് ഇവിടെ. എല്ലാ മതവിഭാഗത്തിനും പെട്ട എല്ലാ ടൈപ്പ് ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതിനൊപ്പം തന്നെ സ്റ്റോൺ വരുന്ന നെക്ലേസുകളുണ്ട്. അതിൽ തന്നെ നമ്മൾക്ക് ഇതേപോലെ തന്നെ ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ഇതൊക്കെ നമ്മുടെ ലൈറ്റ് വെയ്റ്റിലായിട്ട് വരുന്ന ചെട്ടിനാട് കളക്ഷൻ തന്നെയാണ്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ പാലക്കായുടെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് കാരണം ഇവിടുത്തെ നമ്മളൊരു കടയുടെ മൊത്തം കാണിക്കണമെങ്കിൽ ഒത്തിരിയേറെ കളക്ഷൻസ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഒരു ബ്ലോഗിലും 2 ബ്ലോഗിലൊന്നും നമുക്ക് തീരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതുണ്ട് ദേവി രൂപങ്ങൾ വരുന്നതും, ഇത് കറക്റ്റ് ഒരു സരസ്വതി ദേവി രൂപം വരുന്ന റൂബി പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഗേരു വർക്കും അതിനൊപ്പം കോയിൻ വർക്കും കൂടെ വന്നിട്ട് കാശിമാലയുടെ ട്രഡീഷണൽ ഒരു വർക്കും കൂടെ വരുന്ന അല്പം ബീഡ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളുടെ മുസ്ലിം കാറ്റഗറിക്കും കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിൽ വരുന്ന നെക്ലേസുകളാണ്. പിന്നെ ഇതെല്ലാം ട്രഡീഷണൽ തന്നെ നമ്മളുടെ ദേവി രൂപമൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഒട്ടേറെ കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളുടെ ട്രഡീഷണൽ ഉള്ളിബോളൊക്കെ വെച്ചിട്ട് ദേവി രൂപം എല്ലാം വെച്ചിട്ട് വരുന്നൊരു നമ്മുടെ വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ്. റൂബി പോട്ടാ സ്റ്റോൺസും എമറാൾഡ് പോട്ടാ സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള. ഇനി അതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ നെക്ലേസ്, എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഗോൾഡൻ മാറ്റ് ഫിനിഷിലായിരുന്നു അന്ന് കണ്ടതിലുള്ളത്. ഇതിനല്പം ഗേരു ടച്ച് കൊടുത്തിട്ട്, അതായത് യെല്ലോ ഷെയ്ഡൊന്ന് കുറച്ചിട്ട് അല്പം ഒരു റെഡിഷ് ടോണൊക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുവൈറ്റി അല്ലെ പേർഷ്യൻ കളക്ഷൻസിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ അടുക്ക് കാശിമാല നമ്മളുടെ എല്ലാ ഷോറൂമുകളിലും ഉള്ള പോലെ ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാംഗോ നെക്ലേസിലൊക്കെ നമുക്ക് സ്റ്റോണിലും അല്ലാതെയൊക്കെ കണ്ടമാനം വെറൈറ്റീസ് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു മാംഗോ നെക്ലേസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഉണ്ടോ, ഇതൊരു വളരെ നമുക്ക് ഏറ്റവും മൂവിങ് ഉള്ള ഒരു മാംഗോ മോഡലാണ്. ഇനി മാറ്റ് ഫിനിഷിൽ ഗോൾഡൻ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു നെക്ലേസ് ആണ് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ചെട്ടിനാട് കളക്ഷനിൽ ദേവി രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒട്ടേറെ കളക്ഷൻസ് ഉണ്ട്. അതിനെല്ലാം ചേർന്ന ജിമുക്കകളും
എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് എല്ലാ നെക്ലേസുകളും കാണാൻ സാധിക്കില്ല. മാംഗോ നെക്ലേസിൽ ഞാൻ പറഞ്ഞോളൂ ഒത്തിരി കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്കിനി കുറച്ച് സ്റ്റോണിൻ്റെ നെക്ലേസുകളും എല്ലാം കാണണം. കാരണം ഇവിടെ കാണുന്നതൊക്കെ നമുക്ക് റൂബി പോട്ടാ സ്റ്റോൺസ് വെച്ചിട്ടുള്ള നെക്ലേസുകളാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ ബ്രൈഡൽ കളക്ഷൻസ് ആണ് കാണിച്ചത്. ഇനി ആരും പരിഭവിക്കേണ്ട, നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിലുള്ള കോളേജ് സ്റ്റുഡൻസിന് സ്കൂൾ ഗോയിങ് ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ലൈറ്റായിട്ടുള്ളതാണ്. ഇതൊക്കെ മാറ്റ് ഫിനിഷ് ഒക്കെ ചെയ്തിട്ട് വരുന്ന സിമ്പിളായിട്ടുള്ള നെക്ലേസുകൾ തൊട്ട് എല്ലാ പാറ്റേൺസും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. കാരണം ഇത് കണ്ടോ, ഇതിനകത്ത് മാംഗോ ഷേപ്പിലുള്ളതുണ്ട്, മാറ്റ് ഫിനിഷ് അടിച്ച് ചെറിയ പേൾ ഹാങ്ങിങ് ഒക്കെ ഇട്ടിട്ടുള്ള നെക്ലേസുകൾ വരുന്നുണ്ട്. അങ്ങനെ പാലക്കയുടെ ഒക്കെ ട്രഡീഷണൽ കളക്ഷൻ തൊട്ട് എല്ലാ കളക്ഷൻസും ഉണ്ട്. ഞാൻ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഒന്ന് കാണിച്ചു തരാം. എന്താ നാഗപടത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസൈൻ. എൻ്റെ ഗ്രീൻ ഡ്രസ്സിൽ ഇത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഇതാ എങ്ങനെയല്ലേ, നല്ലതല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻസ് തൊട്ട്, കാരണം ഇതൊക്കെ നമ്മൾ ഗോൾഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മേക്കിംഗ് ചാർജ് ഭയങ്കര അധികമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് അല്പം വളഞ്ഞിട്ട് വരുന്ന നാഗപടം കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ഡബിൾ സൈഡൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ ഗ്രീൻ കളർ സ്റ്റോണോ ഒരു സൈഡിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് വരുന്ന രീതിയിലുള്ള പാലക്കയുടെ നെക്ലേസുകളുണ്ട്. അതാ നേരത്തെ ഒക്കെ കാണിച്ചപ്പോഴൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, നമ്മളുടെ സ്റ്റോൺ പെൻഡൻറ്റ് വെച്ചിട്ട് ഡബിൾ സൈഡ് സ്റ്റോൺ പെൻഡൻറ്റ് വെച്ചിട്ട് ബോൾമാലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ലേസാണിത്. എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇനി നമ്മൾക്ക് ഇതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ഗേരു കളക്ഷൻസിനൊക്കെ ആണെങ്കിലും അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ജിമുക്കകളും എല്ലാത്തിനും വേണ്ട സെറ്റുകളും ഉണ്ട് കേട്ടോ. ഏത് വലുപ്പത്തിൽ വേണമല്ലോ ഉള്ള ജിമുക്കളുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കാം. നമുക്ക് ആദ്യം നെക്ലേസുകളുടെ കളക്ഷൻ ഒന്ന് തീർക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് കുറച്ച് ക്രിസ്ത്യൻ ഗൗണിനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസും ഒന്ന് കാണാം. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഗൗണിൻ്റെ കൂടെ, വൈറ്റ് ഗൗണിൻ്റെ കൂടെ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു നെക്ലേസാണ്. ഇതിന് ചേരുന്ന, ശരിക്കും ഇതിന് കറക്റ്റ് ചേരുന്ന മാച്ചിങ് ബാംഗിൾസ് ഉണ്ട്, റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ അല്പം ഹാങ്ങിങ് ഉള്ള വലിയ കമ്മൽ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ കളക്ഷനിൽ ഒത്തിരി വെറൈറ്റി പാറ്റേണിൽ വരുന്നുണ്ട്. ഹാങ്ങിങ് ഒക്കെ ഉള്ള അല്പം ബ്ലൂ കളറ്, സഫയർ ബ്ലൂ കളറിലുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് അല്പം ഹാങ്ങിങ്സ് ഒക്കെയുള്ള പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഹാങ്ങിങ് ഒക്കെയുള്ള റിച്ച് ആയിട്ട് പെൻഡൻ്റ് ഒക്കെ വേണ്ട സെറ്റ് വേണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കളക്ഷൻസ് നോക്കാൻ പറ്റും. ഇതൊക്കെ അല്പം റെയർ കളക്ഷനും കൂടിയാണ് കേട്ടോ. റെയർ ആയിട്ടുള്ള ബ്ലൂ സഫയർ ടോൺ വരുന്ന നെക്ലേസാണ്. പിന്നെ ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള നെക്ലേസുകൾ തൊട്ട് നമ്മളുടെ കയ്യിലുണ്ട്. ഇതിനൊക്കെ ഒരു 4000 റേഞ്ചിലേ വരുന്നുള്ളൂ. 4000 ഇപ്പോൾ ഇതുപോലുള്ള ഹെവി നെക്ലേസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10,000, 8,000, 10,000 മാക്സിമം വന്നാൽ ഒരു 12,000 അത്രയൊക്കെ റേറ്റിലേ വരുന്നുള്ളൂ. നമ്മൾ ഗോൾഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം മേക്കിംഗ് ചാർജ് വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു നെക്ലേസ് സെക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ നെക്ലേസ് നോക്കിക്കേ, ഇതൊക്കെ നമുക്ക് ഗൗണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇനി അതുപോലെ ഈവനിങ് ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ വളരെ നന്നായിട്ട് കണ്ട, അല്പം ഹെവി ആയിട്ടുള്ള നല്ല ബ്രൈഡൽ സെറ്റ്. നമ്മൾ പറക്കാട്ടിൻ്റെ ഈ ഒരു നെക്ലേസുകളൊന്നും നമ്മൾ ഡയമണ്ട് അല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയും കൂടെ ഇല്ല. അപ്പോൾ അതുപോലെ ഫിനിഷുള്ള, ഇനി വൈറ്റ് റോഡിയം ചെയ്തിട്ട് ഉള്ളതുണ്ട്, ഇനി ഗേരു ഫിനിഷ് വേണമെങ്കിൽ അതിൽ വരുന്നുണ്ട്, അൺകട്ട് ഡയമണ്ട് ഉണ്ട്. ഇതുണ്ടോ ലെയർ വരുന്ന, ലെയറായിട്ടുള്ള ലോങ് നെക്ലേസുകളുണ്ട്. അതിൻ്റെ ഒപ്പം ഇതുപോലുള്ള 2 ലെയറോ സിംഗിൾ ലെയറോ 1 ലെയറോ ഏത് വേണമെങ്കിലും നമുക്ക് ലഭ്യമാണ്. ഇനി ഷോർട്ടിൽ തന്നെ വളരെ വളരെ സിമ്പിൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള കളക്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. ശരിക്ക് പാലക്കയിൽ വരുന്ന കളക്ഷൻ, പാലക്കയുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്, എന്നാലും കാണിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇത് കണ്ടോ, ഇത് നമ്മുടെ നാഗപടത്തിൻ്റെ നെക്ലേസ് ഡബിൾ സൈഡ് വരുന്ന നെക്ലേസാണ്. കണ്ടോ, ഒരു സൈഡ് ഗ്രീൻ, ഒരു സൈഡിൽ റെഡ് വരുന്ന ടൈപ്പിൽ വരുന്ന, എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇതൊക്കെ അത്രയും മേക്കിംഗ് വരുന്ന സ്പെഷ്യൽ വെറൈറ്റിയാണ്, പറക്കാട്ടിൻ്റെ സ്പെഷ്യൽ വെറൈറ്റി തന്നെയാണ്. അതേപോലെ തന്നെ ഒട്ടേറെ കളക്ഷൻസ് ഡയമണ്ട്
പാറ്റേണിൽ വരുന്നുണ്ട്. പേളെല്ലാം ഹാങ് ചെയ്തിട്ടുള്ള റിയൽ പേൾ ഹാങ് ചെയ്തിട്ടുള്ള നെക്ലേസുകളുണ്ട്. ഇനി ഇതിൽ ബ്ലൂ കളറ് അല്ലെ റൂബി കളറ്, റൂബി എമറാൾഡ് കളർ മിക്സ് അല്ലെ മെറൂൺ ഷെയ്ഡ് വരുന്നത്, അങ്ങനെ ഏത് കളറിൽ വേണമെങ്കിലും മാച്ച് ആവുന്ന രീതിയിലുണ്ട്. ഇതുപോലെയുള്ള ട്രഡീഷണൽ മാംഗോ ഡിസൈനിൽ എൻ്റെ അതിൻ്റെ ഒരു പുതിയ വേർഷനായിട്ടുള്ളത് ഇതിൻ്റെ റൂബിയും എമറാൾഡും പോട്ടാ സ്റ്റോൺസ് വെച്ചിട്ട് അല്പം അൺകട്ട് ഡിസൈനും കൂടെ കൊടുത്തിട്ടുള്ള നെക്ലേസ് ഉണ്ട്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻറ്റിക് ഫിനിഷിലോ, ഇനി ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾക്ക് ഏത് വേണമെങ്കിലും നമ്മളുടെ റോസ് ഗോൾഡ് ഫിനിഷിലോ, ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ഏത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് റോസ് ഗോൾഡ് ഫിനിഷിലും ചെയ്യാൻ പറ്റും. ലൈറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഇനി കുറച്ച് ഗോൾഡൻ ടൈപ്പ് നെക്ലേസുകളും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതൊക്കെ നമ്മുടെ മുസ്ലിം കാറ്റഗറിക്കൊക്കെ പറ്റിയ ടൈപ്പ് നെക്ലേസുകളാണ്. പിന്നെ ഇനി ട്രെൻഡി ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ രീതിയിൽ ഇതുപോലെ നല്ല ഒരു ട്രെൻഡി ഡിസൈനർ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതിലിനി വൈറ്റ് റോഡിയം വേണമെങ്കിൽ വൈറ്റ് റോഡിയം 3 ടോൺ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇതിലെ കുവൈറ്റി അല്ലെ മാറ്റ് ഫിനിഷിലോ ഏത് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള പാറ്റേൺസ് കസ്റ്റമൈസ് ചെയ്ത് തരുകയും ചെയ്യും. അതാണ് ശരിക്കും പറക്കാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കസ്റ്റമൈസേഷനാണ്. ഇനി തീർന്നിട്ടില്ല, നമുക്കൊരു 1 ടൈം യൂസൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് പറക്കാട്ടിൻ്റെ എക്കണോമിക് കളക്ഷൻസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റമൊക്കെ നമ്മൾക്ക് വളരെ ചെറിയ കോസ്റ്റിൽ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു 1 ഇയറിനുള്ളിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്ന ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഓൺലൈനൊന്നും വാങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റി ഉപയോഗിക്കാം. പിന്നീട് അത് ഒരു 1 ടൈം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അത് നമ്മളുടെ ജ്വല്ലറി ബോക്സിൻ്റെ കളക്ഷനിൽ അങ്ങനെ കിടക്കുകയുള്ളൂ. പക്ഷേ പറക്കാട്ടിൻ്റെ ഏത് ഓർണമെൻ്റ് ആണെങ്കിലും അതിന് പറക്കാട്ടിൻ്റെ അല്പം വിലയിൽ പുറകോട്ട് നിൽക്കുന്ന എക്കണോമിക് കളക്ഷൻ ആയിക്കോട്ടെ, ഇനി പറക്കാട്ടിൻ്റെ ലൈഫ് ടൈം വാറൻറ്റിയുള്ള നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പറക്കാട്ട് സ്പെഷ്യൽ കളക്ഷൻ ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമ്മളുടെ സർവീസ്, അതുപോലെ തന്നെ വാറൻറ്റി, അതുപോലെ തന്നെ 1 ഇയറിനുള്ളിൽ 50% മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരിയേറെ മണി ബാക്ക്, അതുപോലെ തന്നെ എല്ലാവിധ കസ്റ്റമർ കെയർ എല്ലാം ഉണ്ട്. പറക്കാട്ടിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സ് ഇതെല്ലാം ഈ ഇരിക്കുന്നതൊക്കെ നമ്മളുടെ പറക്കാട്ടിൻ്റെ എക്കണോമിക് കളക്ഷനാണ്. ഇതൊക്കെ ഒരു നേരത്തെ മുതലുള്ള കളക്ഷനാണ്. അല്പം സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന, സാരിയുടെ കൂടെ ആണെങ്കിലും ഇനി അല്പം ഹെവി ആയിട്ടുള്ള ചുരിദാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ, കോളേജ് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ നെക്ലേസ്. പഴയ മോഡലാണ്, എന്നാലും ഞാനൊന്ന് ഇപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ഇപ്പം കട്ടിങ്ങും മാറ്റ് ഫിനിഷും ഒക്കെ ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ ഒരു പേർഷ്യൻ കളക്ഷനാണ്, അല്ലെ കുവൈറ്റി ഡിസൈൻ എന്നൊക്കെ പറയുന്നു. അല്ലെ ലൈറ്റ് വെയ്റ്റിൽ നല്ല കട്ടിങ് ഒക്കെ ഇട്ടിട്ട് വരുന്ന ഒരു മോഡൽ തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ പറക്കാട്ടിൻ്റെ പത്മ ജുവൽസ്, പത്മ ജംഗ്ഷനിലുള്ള ഷോപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യുക ഒരൊറ്റ വീഡിയോയിൽ നിന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു നെക്ലേസ് കളക്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞു തീരാൻ എനിക്ക് ഒറ്റ ബ്ലോഗിൽ അതിന് മാത്രം സമയമുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ബ്ലോഗ് വേറെ, അതായത് നമ്മളുടെ ബാംഗിൾസ്, റിങ്സ്, സ്റ്റഡ്, മാലകളൊക്കെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. ഞാൻ ഇതിനൊപ്പം തന്നെ അതും കൂടെ ഷൂട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതുവരെ പറക്കാട്ട് ജുവൽസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.